ആയിട്ട് അല്ലെങ്കിൽ പൊന്നൂസിനെ അതായത് നിത സതീശൻ എന്ന് പറയുന്നവരെ ഞാൻ ഇതുവരെക്ക് ഞാൻ എവിടെയും വന്നിട്ട് നെഗറ്റീവോ കാര്യങ്ങളോ ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കണം ഞാൻ ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, ഞാൻ കരയണതോ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ സ്റ്റോറി ഇട്ടിട്ട് നിങ്ങളെ കയ്യിൽ നിന്ന് വലിയ സംഗതി നേടിയെടുക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ ഇന്റെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ ചെയ്ത് മുന്നിലേക്ക് പോണത്, മനസ്സിലാക്കണം. ഇന്നലെ എന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിട്ട് ഓൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോന്റെ അടിയിൽ എന്റെ അമ്മയെ പറ്റിയൊരു കമന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഓരോ 1 അവറിലും ടെക്സ്റ്റ് മെസ്സേജ് അയച്ച സ്റ്റേറ്റസ് അപ്ഡേറ്റ് ചെയ്യണം. സുജിൻ കുഞ്ചൂസ് വളർന്ന പോലെ തന്നെ കിടോ യുവ മോളും അച്ഛനില്ലാതെ വളരണ്ടേ. ആ അമ്മയ്ക്ക് ഒന്ന് മകനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ, വല്ലാത്തൊരു സ്ത്രീ. ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട് ഓള് കുറച്ച് സെന്റിമെന്റൽ ആയിട്ട് കുറച്ച് ഇമോഷണൽ ആയിട്ട് കുറച്ച് സ്റ്റോറിയും കാര്യങ്ങളും കുറച്ച് കെട്ടിപ്പിടിച്ചിട്ട് കുറച്ച് കുട്ടികളെ ഇതാക്കി കളഞ്ഞാലും ശരി ഓളെ ഭാഗത്താണ് ഞാൻ ചോദിക്കുന്നത്. എളുപ്പല്ലോ ഈ ആദ്യം ഓരോ സാധനങ്ങൾ കിട്ടാൻ. ഞാനായിട്ട് നിങ്ങളെ മുന്നിക്ക് ഒരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ ഞാനായിട്ടൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളോ ഞങ്ങളെ മുന്നിക്ക് എത്തിച്ചിട്ടില്ല. എന്ത് പക്ഷെ അതിന്റെ ഇടയിൽ ഓളത് മുതലെടുക്കാൻ നോക്കുകയാണ്. സെന്റിമെന്റൽ ആയിട്ടുള്ള സ്റ്റോറിയും കാര്യങ്ങളും ഇട്ടിട്ട് ഓള് ചെയ്യണത് എന്തോ ഭയങ്കര ശരിയാണെന്ന് തോന്നിയിട്ട് അതിന്റെ ഇടയിൽ എന്റെ അമ്മയെ വലിച്ചിടേണ്ട ആവശ്യമില്ല. സംഗതികൾ വെച്ചിട്ട് സുജിൻ പൊന്നൂസ് ഡിവോഴ്സ് പിരിഞ്ഞു അത് ഇതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബില് ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. അതെങ്ങനെ വന്നിട്ടറിയോ? അത് അവള് കാരണം. എന്റെ പൊന്ന് ദൈവമേ, ഒരു ഗതിയില്ലെങ്കിൽ മാത്രമേ ഈ പണിക്ക് പോകാവൂ. ഇപ്പോ ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാനടക്കം ഞാൻ കാരണം അമ്മയെ പറ്റി പറഞ്ഞു. അതില് നിങ്ങൾ എല്ലാവരും കൂടി പോയിട്ട് ഓളെടുത്തുനിന്ന് പോയിട്ട് കമന്റ് ചെയ്തിട്ട് പറയും ഇമോഷണൽ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ കാണിക്കണ്ടെന്ന് പറയും. അത്രേ ഉള്ളൂ.